ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പം ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കൊന്ന് പോവുകയാണ്. ഞാൻ തന്നെയുള്ളൂ, ബസ്സിനാണ് പോകുന്നത്. അപ്പം അവരുടെയൊക്കെ നാട്ടിലാണല്ലോ. അതുകൂടാതെ നമ്മുടെ ചെറിയ ലിയോയൊക്കെ നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയുള്ളൂ ഇത്തവണ നാട്ടിലോട്ട് പോകാൻ വേണ്ടി ബസ്സിനാണ് പോകുന്നത്. നാട്ടിലേക്ക് ബാംഗ്ലൂർ ടു മൂന്നാർ ഉള്ളൊരു ബസ്സിനാണ് പോകുന്നത്. SB എന്ന് പറയുന്ന ട്രാവൽസിനാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ വീട്ടിലാണ്, ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. സമയം ഇപ്പം ഏകദേശം 9:10, 9:50 വണ്ടി. ഇവിടുന്ന് ഏകദേശം എനിക്കൊരു 3-4 കിലോമീറ്റർ വേണം സിൽക്ക് ബോർഡിലോട്ട് പോകാൻ വേണ്ടി. ഇനി വണ്ടി ബുക്ക് ചെയ്തിട്ട് ഈ സാധനം ആദ്യം ഈ സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് താഴെ ഒന്ന് കൊണ്ടുപോകണം. അവിടുന്ന് വണ്ടി ബുക്ക് ചെയ്തിട്ട് സിൽക്ക് ബോർഡിലോട്ട് പോകണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഓട്ടോ ബുക്ക് ചെയ്ത് പോകാനാണ് പ്ലാൻ ചെയ്തത്. കാരണം അതാണെങ്കിൽ അവർ വരാമെന്നൊക്കെ വന്നു കഴിഞ്ഞാലും പിന്നെ അവർ തിരിച്ചിങ്ങോട്ട് വരണം, അവർ വെയിറ്റ് ചെയ്യണം. ഇത്ര പാടില്ല. നമ്മളൊരു ഓട്ടോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 50-60 രൂപ ആവുള്ളൂ. അപ്പം എന്താണെങ്കിലും ഞാൻ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് താഴത്തോട്ട് ഇറങ്ങി ഒരു ഓട്ടോ ബുക്ക് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അതെ, നമ്മൾ ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്തു. ഓട്ടോ 277 മീറ്റർ ദൂരത്തിലുണ്ടോ, 99 രൂപയാണ് കാട്ടുന്നത്. അപ്പോൾ ആ വഴി കൂടെ ആയിരിക്കും വരുന്നതെന്നാണെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം 90 മീറ്റർ ദൂരത്തിലാട്ടോ നമ്മുടെ ഓട്ടോ ഒന്നും വന്നേക്കുന്നത്. അപ്പം തന്നെ ഈ വഴി കൂടെ വരുന്നു വിചാരിക്കുന്നു. ഇവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ടോ? ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഈ ലൈറ്റൊക്കെ അടിച്ച് കാണുമ്പോൾ ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. ഈ മരത്തിന് നിറച്ചല്ല ഉണ്ടായിരുന്നു കേട്ടോ, അത് പൊഴിഞ്ഞു പോയിട്ട് പുതിയ ഇല വന്നതാണ്. എന്താണെങ്കിൽ നമ്മുടെ ഓട്ടോ അണ്ണൻ്റെ ഉള്ളത്, ഓട്ടോ വന്നെന്ന് പറഞ്ഞിട്ട് ഓരോ ഓണൊക്കെ അടിച്ചു നമ്മൾ യാത്രയിൽ നിന്ന്. ഇതേ നമ്മുടെ ഓട്ടോ. ഇനി ഞാൻ ബൊമ്മനാളി ചെന്നിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം. അങ്ങനെ നമ്മളിത് സിൽക്ക് ബോർഡിൽ വന്നേക്കണം, സ്കൈവാക്കിന് മുകളിലോട്ട് വെക്കുന്നത്. അതിലേക്കൂടെ കയറി വന്ന് നമ്മളത് ഇതിലേക്കൂടെ കയറി ഇതിലേക്കൂടെ ഇറങ്ങി പോകണം. കാണുന്ന മെട്രോയുടെ എൻട്രിയാണ് ഇത്. നമ്മൾ ഹൊസൂരിൽ നിന്ന് വരുന്ന വഴി കേട്ടോ. ഈ കാണുന്നത് ഹൊസൂരിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി. ആ പോകുന്നത് നമ്മുടെ ഹൊസൂരിലേക്ക് പോണ വഴിയാണ്, തമിഴ്നാട്ടിലേക്ക് പോണ വഴിയാട്ടോ. നല്ല ട്രാഫിക് ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഇതാണോ, നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ, നല്ല സ്ലോ മൂവിങ് ആണ്. എന്ത് വണ്ടികളാണ് വരുന്നതെന്ന് നോക്കി, ബസ്സൊക്കെ തിരിഞ്ഞു വരുന്ന നോക്കി. ബസ്, ലോറി എല്ലാം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബസ് ഈ വഴി കൂടെയാണ് വരുന്നത്. നമ്മുടെ ബസ് ഏകദേശം ഒരു 12 മിനിറ്റ് ഡിലേ എന്നാണ് കാട്ടുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നടന്ന് എന്ന് അവിടെ ഒരു യെല്ലോ കളർ കാണുന്നുണ്ടോ, അവിടെ നമുക്ക് ചെല്ലണം. അവിടെ ചെന്ന അവസ്ഥ നമ്മുടെ വണ്ടി. അങ്ങനെ നമ്മൾ സ്കൈ വാക്ക് നടന്നതേ നമ്മൾ DHLൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടു. എൻ്റെ തൊട്ട് പുറയിലാണ് DHLൻ്റെ ഓഫീസ് ഉള്ളത്. അതായത് ഉണ്ട് എന്ത് വണ്ടികളാണ് പോകുന്നത് നോക്കി. ഇതാ പോണ ഒരു 1S ഒരു വണ്ടിയായിരുന്നു, ഒരു കേരള സ്റ്റേഷനായിരുന്നു. ഇതാണ് ബൊമ്മനഹള്ളി മെട്രോ സ്റ്റേഷൻ. സിൽക്ക് ബോർഡിലാണ് സംഭവിക്കുന്നത്. തമിഴ്നാടിൻ്റെ ഗവൺമെൻറ് ബസ് വരുന്ന നോക്കി, എന്ത് രസമാണ് കാണാൻ വേണ്ടി നോക്കി. ഇഷ്ടംമാതിരി വണ്ടികളാട്ടോ വരുന്നത്, ബസ്സുകൾ വരുന്നത്. എന്താണെങ്കിലും ബസ്സൊക്കെ ഇങ്ങനെ നോക്കി ഫോട്ടോ എടുക്കാനും അതിനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഈ സിൽക്ക് ബോർഡ് എന്ന് എനിക്ക് കാര്യം മനസ്സിലായി. ഇതുണ്ട് ഈ KRSൻ്റെ ഒക്കെ ബസ് നോക്കി എന്ത് അടിപൊളിയാണെന്നറിയോ കാണാൻ വേണ്ടി. തൊട്ട് കുറേ തന്നെ SPTയുടെ ബസ് വന്നു. ഇതെല്ലാം തമിഴ്നാട്, പിന്നെ ചെന്നൈ, അങ്ങനെയുള്ള പല സ്ഥലത്തോട്ടും പോകുന്നതാണ്. ഇതുകൊണ്ട് അങ്ങ് ദൂരെ വരെ. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ ഒരു KSRTC സ്വിഫ്റ്റ് കണ്ടത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വേറൊരു സ്ഥലത്ത് നിൽക്കുമ്പം, വേറൊരു സംസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു ഗവൺമെൻറ് വണ്ടി ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വന്ന് പോകുന്നത് കാണാൻ വേണ്ടിയില്ല. എന്തൊരു പ്രൗഡിയാന്നൊക്കെ, നമുക്ക് നല്ലൊരു അഭിമാനം തോന്നും അതൊക്കെ കാണാൻ വേണ്ടി. എന്താണെങ്കിലും അങ്ങനെ നിന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇതേ വന്നു. SBM ആണ് നമ്മുടെ ട്രാവൽസ്. തുള്ളിത്തുള്ളിയുള്ള ആ പോക്ക് കണ്ടില്ലേ വണ്ടിയുടെ. അകത്ത് കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോട്ടോ. കാരണം ഈ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ തിരിച്ച് ഈ ബസ്സിന് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. ഇത്രയും നല്ല അടിപൊളിയായിരിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പ് കേട്ടോ. അടിപൊളി വണ്ടി, അടിപൊളി വണ്ടിയാണോ. എന്താണെങ്കിൽ അങ്ങനെ അവിടെ വെള്ളമൊക്കെ ഉണ്ടതുണ്ട്, വെള്ളമൊക്കെ ഉണ്ടത് കുടിക്കാൻ വേണ്ടി. എന്നാണെങ്കിൽ നല്ല അടിപൊളി ലുക്കാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, പുത്തൻ വണ്ടിയാണ്. AC ബോർഡാണെങ്കിലും എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചാർജ് ചെയ്യുന്ന ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോണും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി വിൻഡോയും കാര്യങ്ങളൊക്കെയാണ്. ലൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല
നമ്മൾ അത്തിബലെ ടോളിലെത്തി. ഇതാണ് കർണാടകവും തമിഴ്നാടുമുള്ള അതിർത്തി എന്ന് പറയുന്ന സ്ഥലം. എന്താണെങ്കിലും വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഏതായാലും പയ്യെ വണ്ടി അങ്ങ് പോയി. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ നല്ല തിരക്കാണ് ഇവിടെ വരുന്നത്. ആണെങ്കിലും അവിടെ പെട്ടെന്ന് തന്നെ കടന്നു കിട്ടി കേട്ടോ. സമയം ഏകദേശം ഒരു 11 മണിയായി. വർഷങ്ങൾക്ക് ഓണക്കായിട്ട് വണ്ടി നിർത്തി കേട്ടോ. ഇവിടെ ഒരു ഉണ്ടോ, ഇവിടെ ഒരു ആൽമരമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കടയുണ്ട്, ആ ഒരു കടയുണ്ട്. കുറേ ബസ് വേറെ രണ്ടെണ്ണം കിടക്കുന്നത്. ആദിത്യ എന്ന് പറയുന്ന ബസ് കയമാർക്കുണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ വന്ന ബസ്. ആണെങ്കിൽ നല്ല അടിപൊളി ബസ്സാട്ടോ. നല്ല സെറ്റ് ബസ്, മൊത്തം ബസ്സാണ്. നല്ല കിടിലൻ ബസ്സാണ് നമ്മൾ കാണാനൊക്കെ ആണെങ്കിൽ. അകത്തെ കാര്യങ്ങളെല്ലാം നല്ല ലക്ഷറി ഫീച്ചേഴ്സ് ഉണ്ട് വണ്ടിക്കകത്ത്. നല്ല കിടിലൻ ബസ്സുണ്ട് കേട്ടോ. സൂപ്പർ. അതേപോലെ തന്നെ ആദിത്യ എന്ന് പറയുന്നൊരു ട്രാവൽസിൻ്റെ ബസ് എവിടെ കിടപ്പുണ്ടോ. അവിടെ ഒരു ആൽമരം നിൽക്കുന്നുണ്ടോ. നല്ല രസം എന്താണ് ഇത് കാണാൻ വേണ്ടി. വാഷ്റൂമിലേക്ക് ഒരു കഴിഞ്ഞിട്ട് വണ്ടി എടുക്കണം. നമ്മൾ തന്നെ തിരിച്ച് വണ്ടിയിലേക്ക് വരും. ഇപ്പം നന്നായിട്ട് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഏരിയ തന്നെ കറക്റ്റ് അവർ പറഞ്ഞ സമയത്ത് തന്നെ അവരെന്നെ ഇറക്കി വിട്ടിട്ട് ബസ് ഇതാ പോയി. കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മുടെ അപ്പു വന്നിട്ടുണ്ടായിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി. പൂപ്പാറയിൽ ഓട്ടോയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ എന്താണെങ്കിൽ വന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അതാ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചെറിയൊരു കോട പോലെ ഇങ്ങനെ ആ തേയിലത്തോട്ടത്തിൻ്റെയും പയൻമരങ്ങളുടെയൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതാണെങ്കിൽ നല്ലൊരു അടിപൊളി തണുപ്പും നല്ലൊരു ഫീലിംഗ് ആയിരുന്നു നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ വന്നിറങ്ങി കഴിഞ്ഞിട്ട്. തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ എന്ത് അടിപൊളിയാണെന്ന് നോക്കി. നല്ല ഭംഗിയില്ലേ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടിങ്ങനെ വരാൻ വേണ്ടി. അമൽ സാറാണ് കൊണ്ടുവരാൻ വന്നത്. നല്ല തണുപ്പുണ്ട്. ഇതൊരു വീഡിയോ ആയിട്ട്